ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് മോട്ടിവേഷൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒന്നും ഇന്ന് കാണിക്കുന്നില്ല. ഇന്ന് ബാക്കിയുള്ള റൂംസ് നമ്മൾ ഡെയിലി പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ബെഡിലെ ബാക്കി എല്ലാ പില്ലോസും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് ബെഡ്ഷീറ്റ് നന്നായിട്ട് കുടഞ്ഞ് വിരിച്ചിടുക. അതിനുശേഷം പില്ലോസും കുഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടിട്ട് നമ്മുടെ ബ്ലാങ്കറ്റ് വിരിച്ച് നന്നാക്കി ഇടുക. നേക്കുമ്പോൾ തന്നെ നന്നായിട്ട് വിരിച്ചിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിടുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ് ടൈമിൽ ചെയ്തിട്ടേക്കുക. ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഉണ്ടെങ്കിൽ അവിടെയും സാധനങ്ങൾ മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ അവിടെ എന്തായാലും പൊടി പിടിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ പൊടി പിടിക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മൾ കയ്യിലൊരു തുണി കരുതിയേക്കുക, പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്ത് പോവുക. നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിറ്റിംഗ് റൂമും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറിക്കെടുക്കുമായിരിക്കുമല്ലോ. അതെല്ലാം പെട്ടെന്ന് ഒന്ന് നമ്മൾ നീറ്റാക്കി ഇട്ടേക്കുക. തലേന്നത്തെ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് മടക്കി അത് മാറ്റി വെച്ചിട്ട് അന്നന്നത്തെ പേപ്പർ മാത്രം. അതുപോലെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ടതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ നന്നായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ തൽക്കാലം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സാധാരണ ഇച്ചിരി വെള്ളം നനച്ചിട്ട് ഒന്ന് ടേബിൾ ക്ലീൻ ചെയ്തിടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഇത് പ്രെയർ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാനത് എക്സസൈസിങ് ഏരിയ ആയിട്ടാണ് കേട്ടോ അവിടെ മാറ്റൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്ഷനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലീനിങ്, ബെഡ്റൂം ക്ലീനിങ്, സിറ്റിംഗ്, ഡൈനിങ്, ഇത്ര ഏരിയ നമുക്ക് കഴിഞ്ഞു. ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ഒരു റൂം, അതല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടോയ്സ് വയ്ക്കുന്ന അങ്ങനെ ഒരു റൂം ഉണ്ടാവില്ലേ, ആ ഒരു റൂം ക്ലീൻ ചെയ്യുക. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. എന്നാലും നമുക്ക് ചെയ്യേണ്ടി വരും കാര്യങ്ങളൊന്ന്. അവിടെ ഇവിടെയൊക്കെ എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ തന്നെ ഒന്ന് എടുത്തു വയ്ക്കണം. അപ്പോൾ ഇത് ഒരു പ്രിൻ്ററാണ്. പ്രിൻ്റർ ഇപ്പോൾ വർക്കിംഗ് അല്ല, നമുക്ക് വയ്ക്കാൻ കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയ വേറൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ട് പൊടി പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ടവൽ വെച്ചിട്ട് കവർ ചെയ്തിടും. അപ്പോൾ ഈ ഒരു പ്രിൻ്റർ നന്നാക്കാൻ വേണ്ടി കൊടുക്കണം, അതൊരു പെൻഡിങ് ടാസ്ക്കാണ്.
അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുട്ടികൾ ബുക്സ് വായിക്കും, അത് തിരിച്ചു വെക്കും. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഓൾറൗണ്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ ബുക്സൊക്കെ ഒന്ന് മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നീറ്റാക്കി എടുത്ത് വെക്കും. അത് ബുക്സ് നന്നായിട്ട് ഇരിക്കണ കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിഡ്സ് റൂമിൻ്റെ ക്ലീനിങ്ങും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കായിട്ട് ഒന്ന് ഒതുക്കിയിട്ടാൽ തന്നെ വീട് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ അടിച്ച് തുടച്ചിടണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വലിച്ചു വാരിക്കെടുക്കുമ്പോഴാണ് റൂമും വീടും ഒക്കെ ഭംഗിയില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു പെട്ടെന്നൊരു എല്ലാ റൂമിലും കയറി ഇറങ്ങി ഒന്ന് എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്ത് തന്നെ അല്ലേന്നൊന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ അത് യൂഷ്വലി നമ്മൾ കുളിക്കാൻ കയറുന്നതിന് മുന്നേ നമ്മൾ ഏത് ബാത്റൂമാണോ അതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളുടെ കോമൺ വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഇട്ടേക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ബാക്കി ബാത്റൂംസിലെ വാഷ് ബേസിൻസ് എല്ലാം നമ്മൾ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രത്യേക സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. പെട്ടെന്നുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ആക്ച്വലി ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെക്ഷൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുപോലെ കിച്ചൺ ക്ലീനിങ്ങും ഇന്നത്തെ ക്ലീനിങ് സെക്ഷനിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് അല്ലേ ക്ലീൻ ചെയ്ത് വീട് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 30 to 45 to 1 hour എടുക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ആണ് ഇന്ന് കാണിച്ചത്. എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലെ ക്ലീനിങ് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.